ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചു. ബ്ലാസ്റ്റേഴ്സിൻ്റെ 3 സൈനികളാണ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നടന്നിട്ടുള്ളത്. 11 പേരോളം ടീം വിട്ടു പോയിട്ടുണ്ട്. ആരൊക്കെയാണ് അവരെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ടീമിലേക്ക് സൈൻ ചെയ്ത പ്ലെയറിനെ നോക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ നോട്ടുക. ഇതുപോലെ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ ഐസ് അപ്ഡേറ്റുകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പ്ലെയറാണ് ലാത്തോരി എന്ന് പറയുന്ന പ്ലെയറാണ്. ബികാഷിങ്ങും ഡിഫൻഡറായിട്ടുള്ള സിങ്ങും അതുപോലെ തന്നെ ഗോൾ കീപ്പറായിട്ടുള്ള കമൽജിത്തിനെയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ബികാഷിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുൻ ചെന്നൈ താരമാണ്, അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് താരമാണ്. ഹോർമിബാവിനെ പോലെ തന്നെ വളർന്നു വരുന്ന താരമാണ്. യങ് പ്രൊഡക്റ്റാണ്, നല്ലൊരു ഡിഫൻഡറാണ്. കമൽജിത്ത് മുൻ ഈസ്റ്റ് ബംഗാൾ താരവും ഒഡീഷ താരവും കൂടിയാണ്. അവസാനമായി കളിച്ചത് ഒഡീഷയ്ക്ക് വേണ്ടിയാണ്. ഒഡീഷയുടെ ജേഴ്സിയിൽ നിന്നാണ് ലോൺ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. ഈ വർഷത്തേക്ക് മാത്രമായിട്ടാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. പ്രകടനം മികച്ചതാണെങ്കിൽ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതകൾ ഏറെയാണ്. ഏതായാലും ലോൺ അടിസ്ഥാനത്തിൽ ഈ സീസണിലേക്ക് മാത്രമായി കൊണ്ടുവന്ന താരമാണ് ബികാഷിങ്. സോംകുമാറിന് പകരക്കാരനായിട്ടാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. സോംകുമാർ ടീം വിട്ടിട്ടുണ്ട്. താങ്ക് യു പോസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് 2 ദിവസം മുമ്പ് തന്നെ. അതിനുശേഷം തന്നെ കമൽജിത്തിനെ സൈൻ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ടീം വിട്ടുപോയവരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിരവധി പേരുണ്ട്. രാഹുൽ കെ പി ആകട്ടെ, ഇപ്പം പറഞ്ഞ സോംകുമാർ ആകട്ടെ, ബ്രൈസ് മിറാണ്ട, അതുപോലുള്ള ബിജോയ്, അതുപോലുള്ള നിരവധി താരങ്ങൾ ടീം വിട്ട് പോയിട്ടുണ്ട്. ഏകദേശം 7-11 താരങ്ങളോളം ടീം വിട്ട് പോയിട്ടുണ്ട്. 11ഓളമല്ല, 7ഓളം താരങ്ങൾ ടീം വിട്ട് പോയിട്ടുണ്ട്. ഏതായാലും സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനികൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഇതാണ് അപ്ഡേറ്റുകൾ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സുഖമില്ലാത്തതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് ഡിലേ ആകുന്നത്. അപ്പം താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.